നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 4 സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് രായൻ, മറ്റൊന്ന് അഡിയോസ് അമിഗോ, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ മറ്റൊരു ചിത്രമായിട്ടുള്ള ലെവൽ ക്രോസ്, പിന്നെ ലാലേട്ടൻ്റെ ആ ഒരു കമ്മിങ് ബാക്ക്, അതായത് റിലീസിൻ്റെ റെക്കോർഡ് പെരുമഴ തീർത്ത് മുന്നോട്ട് പോകുന്ന ദേവദൂതൻ. അപ്പോൾ ഈ 4 സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒഫീഷ്യലായിട്ടുള്ള വീഡിയോ കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാലും വളരെ സന്തോഷമായാലും. എന്തായാലും തന്നെ നമുക്ക് ലെവൽ ക്രോസ് സിനിമയിലേക്ക് തന്നെ വരാം. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ദുരന്ത ചിത്രമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇമ്പ്രൂവും ഒരു ഘട്ടത്തിലും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും സിനിമ 19 ദിവസം ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇന്നലെ അങ്ങനെ 19ാമത്തെ ദിവസം നേടിയതാവട്ടെ 1 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം കേരള കളക്ഷനായിട്ട് 1.5 കോടി രൂപ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ കടന്നിരിക്കുകയാണ്. അത് കൂടിപ്പോയ വേൾഡ് വൈഡായിട്ട് ഒരു 2 കോടി രൂപ പോലും കളക്ഷൻ നേടാൻ സാധ്യതയില്ല. പക്ഷേ ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് എന്തായാലും നല്ലൊരു എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം, അത്യാവശ്യം പൈസ മുടക്കി തന്നെ ഇറക്കിയ ഒരു സിനിമയാണ്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ വമ്പൻ പരാജയത്തിലേക്ക് തന്നെ പോയി എന്ന് പറയാം. കാരണം നിർമ്മാതാവിൻ്റെ കയ്യിൽ നേരെ പകുതി പൈസ പോലും 1 കോടി രൂപ പോലും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. പാവം, എന്തായിരിക്കും അവസ്ഥ അല്ലേ? 2 കോടി രൂപ, ഒരു 5-6 കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പിച്ചക്കാശ് കിട്ടത്തുള്ളായിരുന്നു. ഇതിപ്പോൾ അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ നിർമ്മാതാവ് പോകുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുമായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മുടെ അഡിയോസ് അമിഗോ ആ സിനിമയ്ക്ക് എന്തായാലും നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ വന്നിരിക്കുന്നു പറയാൻ സാധിക്കും. കാരണം ആ സിനിമ, ആസിഫ് അലിയുടെ ചിത്രം അങ്ങനെ പരാജയപ്പെട്ടെങ്കിൽ മറ്റൊരു ചിത്രമായിട്ടുള്ള ആസിഫ് ചിത്രം ഈ അഡിയോസ് അമിഗോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കൊയ്ത്ത് ആദ്യത്തെ 3 ദിവസം നേടുകയുണ്ടായി. 4ാമത്തെ 5ാമത്തെ ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ കൊയ്ത്ത് നേടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന കഥാപാത്രമായിട്ട് വന്ന് അത്യാവശ്യം എല്ലാ പ്രേക്ഷകരെയും ചിരിപ്പിച്ചും ഒരു നർമ്മത്തിലൊക്കെ ഇങ്ങനെ പോകുന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ കൊയ്ത്ത് ആദ്യത്തെ 3 ദിവസവും നേടുകയുണ്ടായി. അത് ഇപ്പം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസമായിട്ടുള്ള വർക്കിംഗ് ഡേയിൽ എത്തിയപ്പം ഇന്നലെ ചൊവ്വാഴ്ച ദിവസം, അതായത് സിനിമ ഇറങ്ങി 5ാമത്തെ ദിവസം 25 ലക്ഷം രൂപയോളം കേരള കളക്ഷനായിട്ട് മാത്രം നേടിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും എല്ലാം കൂടെ നോക്കുമ്പോൾ എന്തായാലും ഒരു 10-15 ലക്ഷം രൂപയും കൂടെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഒരു 40 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ആയിട്ട് നേടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം 4 കോടി 20 ലക്ഷം രൂപ 5 ദിവസം കൊണ്ട് തന്നെ അഡിയോസ് അമിഗോ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിർമ്മാതാവിന് അത്യാവശ്യം ആശ്വസിക്കാനുള്ള ഒരു വകയായി. കാരണം ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്ന വളരെ ലോ ബഡ്ജറ്റ് സിനിമയാണെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇപ്പം ഏകദേശം കവറായിട്ടുണ്ട്. ഇനി ഒരു 3-4 കോടി രൂപ നേടിയാൽ പടം നല്ലൊരു ഹിറ്റായെന്ന് തന്നെ പറയാം. കാരണം നിർമ്മാതാവിന് നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ നേടിക്കൊടുത്ത സിനിമയായിട്ട് ഈ സിനിമ മാറാനുള്ള സാധ്യതയുണ്ട്. കളക്ഷനൊക്കെ നേടി, പക്ഷേ ഇനിയും ഒരു 2-3 കോടി രൂപ നേടിയാൽ നല്ലൊരു ഹിറ്റിലേക്ക് പോകാനുള്ള, ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാനുള്ള സാധ്യത അഡിയോസ് അമിഗോ സിനിമയ്ക്കുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു കൊയ്ത്ത് തന്നെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ തലവൻ സിനിമയ്ക്ക് ശേഷം നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ ആസിഫ് അലിയുടെ ഈ ചിത്രം നേടുന്നെന്ന് സംശയം പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രായൻ സിനിമയാണ്. രായൻ സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നത്തെ കളക്ഷനോടുകൂടി, ഇന്ന് 20ാമത്തെ ദിവസമാണ്, ഇന്നലെ 19 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ വന്നപ്പം കേരളത്തിൽ നിന്ന് ഇന്നലെയും 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത കളക്ഷൻ 19ാമത്തെ ദിവസം നേടിയതായിട്ടാണ് അറിയുന്നത്. മൊത്തം 5 കോടി 15 ലക്ഷം രൂപയോളം നേടിയിട്ടുണ്ട്. കേരളത്തിൽ നല്ലൊരു ഹിറ്റായിട്ട് മാറി. കാരണം വെറും 3.5-4 കോടി റേഞ്ചിൽ നേടിയാൽ തന്നെ നല്ലൊരു ഹിറ്റാകേണ്ട സിനിമ 5 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് ജൈത്രയാത്ര തുടരുവാണ്. ഏതറ്റം വരെ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തമിഴ്നാട്ടിലാവട്ടെ 85 ലക്ഷം രൂപയോളം ഇന്നലെയും സ്വന്തമാക്കുകയുണ്ടായി. മൊത്തം 73 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു 80 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കാം. കർണാടകയിലാവട്ടെ 10 ലക്ഷം രൂപയോളം ഇന്നലെയും നേടുകയുണ്ടായി. മൊത്തം 10 കോടി 79 ലക്ഷം രൂപയാണ് 19 ദിവസത്തെ കളക്ഷൻ. തെലുങ്ക് നാടുകളിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ 30 ലക്ഷം രൂപയോളം ഇന്നലെയും കളക്ഷൻ വന്നു. മൊത്തം 14 കോടി 19 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു 17-18 കോടി റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 4 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. 3 കോടി 12 ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നേടിയത്. അങ്ങനെ മൊത്തം ഇന്നലെ വേൾഡ് വൈഡായിട്ടും 1 കോടി 35 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷനായിട്ട് സ്വന്തമാക്കിയത്. മൊത്തം ഇന്ത്യൻ കളക്ഷൻ 106 കോടി 85 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് 42 കോടി രൂപയോളം കളക്ഷനായിട്ട് നേടിയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെയും അത്യാവശ്യം നല്ല രീതിയിൽ 1 കോടി 80 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടിയതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ വേൾഡ് വൈഡ്
മൊത്തം 19 ദിവസം കൊണ്ട് 148 കോടി 85 ലക്ഷം രൂപ, അറൗണ്ട് ഒരു 149 കോടി റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഒരു 1.5 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ കളക്ഷനോടുകൂടി 150 കോടിയിലേക്ക് എത്തുവാണ്. ധനുഷ് സംവിധാനം ചെയ്ത, ധനുഷിൻ്റെ കഥയിൽ വന്ന AR റഹ്മാൻ്റെ മ്യൂസിക് മാജിക്കും എല്ലാം കൂടെ ചേർന്നപ്പം തമിഴ്നാട്ടിലെ ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആകുക മാത്രമല്ല 150 കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ സിനിമയായിട്ടും മാറി. അതുപോലെ തന്നെ ടയർ 2 ഒരു ഘട്ടം ഉണ്ടല്ലോ, ടയർ 2 താരങ്ങളിൽ ആദ്യമായിട്ട് 150 കോടിയിലെത്തുന്ന സിനിമയായിട്ടും ഈ സിനിമ മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി കാണാൻ പോകുന്നത്. എന്തായാലും ചരിത്രം തിരുത്തി കുറിച്ച് ധനുഷിൻ്റെ ആദ്യത്തെ കരിയറിലെ ആദ്യത്തെ 150 കോടി ജൈത്രയാത്ര എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മുടെ ലാലേട്ടൻ്റെ ദേവദൂതൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയട്ടെ. മാരക പെർഫോമൻസ് തന്നെയാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും. അതും 19 ദിവസം ഇന്നലെയായി, 19ാമത്തെ ദിവസവും വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ കുതിത്ത് കേരളം ഒട്ടാകെ നടത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം 5 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നലെ നേടുകയുണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലെവൽ ക്രോസ് പോലെയുള്ള പുതിയ സിനിമയ്ക്ക് പോലും കിട്ടുന്നില്ല അത്രയും കളക്ഷൻ. അപ്പോഴാണ് നമ്മളുടെ അല്ലെങ്കിൽ രായൻ പോലെയുള്ള സിനിമകൾക്കൊക്കെ അത്രയും അതൊക്കെ പുതിയ ഫ്രഷ് സിനിമയാണ്, അതിന് പോലും കിട്ടാത്ത കളക്ഷൻ, ആ ഒരു കളക്ഷനൊപ്പം പിടിച്ചു നിന്ന് ദേവദൂതൻ സിനിമ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും 5 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ലാലേട്ടൻ്റെ പവർ അത് വേറെ ലെവലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും ബറോസ് സിനിമയ്ക്ക് മുൻപ് അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് ഇപ്പോൾ വരുവാണല്ലോ, ആ സിനിമയൊക്കെ എത്രത്തോളം കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട്. ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ഓഫീസ് പവർ കാണിച്ചു തരുന്നൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെയാണ് ദേവദൂതൻ കളക്ഷൻ കാണിച്ചു തരുന്നത്. എന്തായാലും സ്പടികം സിനിമയൊക്കെ മറികടന്നിരുന്നു. ഇപ്പം സ്പടികം സിനിമ നേടിയതിനേക്കാൾ എത്രയോ അധികം കളക്ഷൻ ഇപ്പം തന്നെ ദേവദൂതൻ സിനിമ നേടി. ചരിത്രത്തിൻ്റെ റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെ ദേവദൂതൻ സിനിമ അന്ന് പൊട്ടിപ്പാളീസായ സിനിമ ഇന്നിപ്പം നേടുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം 5 കോടിയും കഴിഞ്ഞ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. കാരണം റീ റിലീസ് സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു നേട്ടം തന്നെ, കളക്ഷൻ കൊയ്ത്ത് തന്നെ ദേവദൂതൻ സിനിമ തിയേറ്ററുകളിൽ നിന്നും വരുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും 19ാമത്തെ ദിവസം ഇന്നലെ 5 ലക്ഷം രൂപ നേടിയ സിനിമ കേരളത്തിൽ നിന്നും മൊത്തം 4 കോടി 20 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും എല്ലാം കൂടെ 1 കോടി 10 ലക്ഷം രൂപയാണ് ദേവദൂതൻ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് 5 കോടി 30 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. മിക്കവാറും ഈ വെള്ളിയാഴ്ചയോടുകൂടി തന്നെ അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ തന്നെ ചിലപ്പോൾ വാഷ് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു 5.5 കോടി റേഞ്ചിലുള്ള കളക്ഷൻ ദേവദൂതൻ സിനിമ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ കമ്മിങ് ബാക്കിനായിട്ട് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും ഇവരുടെ ഇത്രയും 4 സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും